യാത്രകളെ സ്നേഹിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മൾ അമ്പൂരി, കാട്ടാക്കട ആ സൈഡൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ് നമ്മൾ അമ്പൂരിയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അവിടെ ചെന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്. യാത്രാ ചാനൽ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി യാത്രാ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾ കേരളയും അതുപോലെ തന്നെ അഗസ്ത്യാർകൂടവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള യാത്രകൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. അതുപോലെ തന്നെ യാത്രകളെ സ്നേഹിക്കുകയും യാത്രാ ചാനലുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ട്രാവൽ ഡയറിയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അതാകുമ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയിലാണ്, അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ അറിവിൽ തിരുവനന്തപുരത്ത് ഉള്ള സ്ഥലങ്ങൾ, നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അറിവിൽ വരികയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എങ്കിൽ നമുക്ക് അവിടെ ചിത്രീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അമ്പൂരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പൂരിയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടോ. അപ്പം നമ്മൾ മായംകടവിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ അമ്പൂരിൽ 1-2 സ്ഥലത്ത് പോയിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, നല്ല കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾ പുഴയാണ്, റിസർവർ ഏരിയയാണ്. അപ്പോൾ ഓളം അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കാറ്റടിക്കുന്നുണ്ട്. 1-2 വള്ളമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, നീന്തൽ അറിഞ്ഞുകൂടാത്തവർ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഇവിടുത്തെ നാട്ടുകാരോട് മാന്യമായിട്ട് പെരുമാറണം. എന്താണ്, ലഹരി വസ്തുക്കളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കുപ്പിയും പ്ലാസ്റ്റിക്കൊന്നും കൊണ്ട് നിക്ഷേപിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇതുവഴിയാണ് വന്നത്. ആ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്, അതുവരെ വണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് വണ്ടി ബൈക്ക് ജസ്റ്റ് പോവും, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. ഇവിടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ, വലിയ രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇല്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരുമില്ല. പക്ഷേ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. എവിടെയും ഡ്രസ്സ് ചേഞ്ചിങ് റൂമും സ്ത്രീക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നോക്കാം. എന്താണ്, ഞാനിങ്ങോട്ട് ഇവിടെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരിക്കൽ വന്നപ്പോൾ അവിടെ ആ ഒരു ലൊക്കേഷനാണെന്ന് കരുതിയിരുന്നു. എന്താണ്, മായംകടവ് എന്ന് പറയുന്നത്. ഈ ഒരു ലൊക്കേഷനിലേക്ക് ഞാൻ വന്നിട്ടില്ല. നല്ല എന്താണ്, ഭയങ്കര കുത്തിറക്കമൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ അവസ്ഥ അറിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീന്തൽ എന്ന്, കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വരിയായിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും കല്ലുകൾ കിടപ്പുണ്ട്. എന്താണ് കാരണമെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്, അറിഞ്ഞുകൂടാത്തവർ നീന്തൽ. ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബിന്ന് വച്ചിട്ടുണ്ട്, ബോർഡും വച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വന്നത്. നല്ലൊരു സ്ലോപ്പായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വരാം. ഇനി അങ്ങോട്ട് ഉണ്ടാവുമായിരിക്കും നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുവരെ ഉള്ളൂ, നമുക്കിനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല, വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മായംകടവ് നമ്മൾ ചോദിച്ചാണ് വന്നത്. ഇതാണ് മായംകടവെന്ന് പറഞ്ഞത്. അങ്ങോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ആ പള്ളി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റാതിരിക്കാനുള്ള കാരണമൊന്നുമില്ല, കാരണം പള്ളിയില്ലേ, പള്ളിയിൽ ആൾക്കാർ വരണ്ടേ. അവിടെ പോകാൻ പറ്റും, ഏത് വഴിയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു സ്ഥലം കേട്ടോ. ഇത്രയും വൈഡായിട്ടുള്ള വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുമ്പിച്ചൽക്കടവ് പാലത്തിലായിരുന്നു നേരത്തെ ഇരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ വളരെ സമാധാനം. കുറേ നേരം വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഓളം വെട്ടുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അത് മാത്രമല്ല, ചീവീട് വിളിക്കുന്നുണ്ട്, കാക്ക വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. വേറെ ഡിസ്റ്റർബായിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള സൗണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ലൊരു സൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ വന്നപ്പോഴും കുറച്ച് ടീംസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ആൾക്കാർ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. തട്ടുകടയൊക്കെ ഗ്രാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓപ്പൺ അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് തുറക്കുക എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല.
എന്തായിരുന്നാലും അതിൻ്റെ പ്രവർത്തന സമയം എനിക്കറിയില്ല. എന്തായാലും പൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു മായംകടവ്. എങ്ങനെയുണ്ട്? നമുക്ക് പറ്റുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നിന്ന് മാപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പുറത്തൂടെ പോവാം. നല്ലൊരു ചർച്ചിൻ്റെ ആംബിയൻസ് നല്ല സെറ്റായിരിക്കും. ചർച്ചിൻ്റെ അല്ല, ഇതുപോലുള്ളൊരു സ്ഥലത്ത് അഴിക്കുന്നൊരു പള്ളിയല്ലേ. നോക്കാം കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് നിർത്തും കേട്ടോ. ഇതാണ് സംഭവം. നമ്മൾ നേരത്തെ അപ്പുറത്താണ് നിന്നത്. അവിടെ നിന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ നിന്നത്, മായംകടവ് എന്ന് പറയുന്നത്. മായംകടവ് ആ ഒരു കെട്ടിടമൊക്കെ അവിടെയാണ്, അതുവഴിയാണ് നമ്മൾ നടന്നത്. അപ്പോൾ ഇത് പന്ത പള്ളിയുടെ ബോർഡ് കാണുന്നില്ല. അവിടെ നിന്ന് ഒരു പൊട്ടായിട്ട് കണ്ടതാണ്. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ആംബിയൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ കറക്റ്റ് ഇവിടെ തന്നെയാണ് പള്ളി. ഭയങ്കര രസമായിരിക്കും അല്ലേ? അതല്ല, നല്ലൊരു മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസും. അപ്പോൾ അതും ആരാധനാലയവും പിന്നെ ഇങ്ങനെയുള്ളൊരു വ്യൂ. എന്താ അടിപൊളിയല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് ആൾക്കാർ വന്ന് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഗേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ നമ്മൾ ഇതുവരെ ഉള്ളൂ നമുക്ക് വരാൻ പറ്റുന്ന. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 5 കിലോമീറ്റർ നമ്മൾ ഇങ്ങനെ വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു വഴിയാണെന്നാലും ടാറിട്ടിട്ടുണ്ടായിരുന്നു. ഈ റിസർവോയർ ഇങ്ങനെ കറങ്ങിയാണ് വന്നത്. കൊള്ളാം അല്ലേ? അപ്പോൾ അവിടുത്തെ കാഴ്ച. പിന്നെ പറയാൻ വന്നത്, അവിടുത്തെ ആ ഒരു ആൻറ്റിയെ കണ്ടു. നമ്മൾ നിന്ന ആ സ്ഥലമില്ല നടന്നു പോയത്. അതിപ്പോൾ ഇന്നലെയൊക്കെ നല്ലതായിട്ട് വെള്ളം ഇങ്ങ് കയറി കിടന്നു. ഇപ്പോൾ കുറച്ച് ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ദൂരം നടന്ന് പോകാൻ പറ്റിയത്. പിന്നെ ഇറങ്ങുമ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങിപ്പോവും. കാറൊക്കെ നമ്മൾ നടന്ന ആ വഴി കൂടെ കാറൊക്കെ പോകാൻ പറ്റും. കുറേ ദൂരം വരെ അങ്ങോട്ട് നടന്നല്ല വണ്ടിയിൽ പോകാൻ പറ്റുമെന്ന് അവിടുത്തെ ഒരാളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം മായംകടവ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു രീതിയും കൂടെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് നടക്കാൻ പറ്റത്തില്ല. അവിടെ ആ കടയുടേത് പിന്നെ കടയുടേതും ചോദിച്ചു. കടയും ശനിയും ഞായറും ഉള്ള ദിവസങ്ങളിലാണ് അത് തുറക്കുന്നത്. ഇവിടെയും അതുപോലെ ഞായറും പിന്നെ വേറെ ഒരു ദിവസം കൂടെ പറഞ്ഞു. അവിടെ അപ്പോഴേ പള്ളി ഓപ്പൺ ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഏതോ ഒരു പേര് പറഞ്ഞു പള്ളിയുടെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെയൊക്കെ നല്ല കോടമഞ്ഞിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ കൂടെ വന്നുകൊണ്ട് ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ മായംകടവ് എപ്പിസോഡ് അപ്പോൾ നിർത്തുകയാണ്. വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വിറപ്പിക്കേണ്ടതെന്ന് ധരിച്ചിട്ടാണ്. അതല്ല, നമ്മുടെ മൗണ്ട് കറക്റ്റല്ല, ബൈക്കിൽ നേരെ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്ന വഴിയൊന്നും കാണിക്കാത്തത്. നല്ലൊരു സമാധാന അന്തരീക്ഷമുള്ള സ്ഥലം അമ്പൂരി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. വളരെ മനോഹരമാണ്, പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അതിലുപരി നിഷ്കളങ്കരായ കുറേ മനുഷ്യർ ജീവിക്കുന്ന സിറ്റിയിലെ തിരക്കുകളെന്നൊക്കെ ഒഴിഞ്ഞിട്ട് ഉള്ള ഏരിയയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോയത് 2-3 സ്ഥലങ്ങളിൽ പോയി. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണ്. 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി. ഇനിയും കൂടുതൽ യാത്ര പോകണം. കൂടുതൽ എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തായിരുന്നാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? യാത്രാ ചാനലാണ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രയായിട്ട് കാണാം. ബൈ.